ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു BMW ആണ്. കാരണം വെച്ചാൽ നമ്മൾ ചാനലിൽ ഇന്നേ വരെ വരാത്തൊരു വണ്ടിയാണ് BMW വാഹനങ്ങൾ. കുറേ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ BMW വാഹനങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് BMW ഒരു X1 ആണ്. 2016 മോഡൽ X1 ആണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഒന്ന് കാണാം. അപ്പോൾ ചാനൽ ആരുടെ ആളാകാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ. അപ്പോൾ ഇത് നമ്മളുള്ളത് ഫ്ലൈ വീലാണ് കേട്ടോ. നമ്മൾ എന്ന് വരേണ്ട ഫ്ലൈ വീൽ തന്നെയാണ് എന്നുള്ളത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊരു 2016 മോഡൽ BMW X1 ആണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ BMW വാഹനങ്ങളൊന്നും ഇന്നേ വരെ നമ്മൾ ചാനലിൽ കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് നമ്മൾ ഫസ്റ്റായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് X1 ആണ്. അപ്പോൾ 2016 മോഡൽ X1 ആണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ ഒരു X1 ഒരു ഫാനും കൂടിയുണ്ട്. അതൊക്കെ വെച്ചാൽ ഇപ്പോഴത്തെ X1 നല്ല രസമുണ്ട് സംഭവം. കുറേ ഒരു എന്താ പറയുക, ഒരു SUV ഇതിൽ വരുന്ന ഒരു കാറ്റഗറി വരുന്ന ഒരു വാഹനമാണ് ഇത് X1 വരുന്നത്. അപ്പോൾ എടുത്ത് കാണിക്കാനുള്ളത് നമുക്ക് BMW ഐക്കോണിക് ഗ്രില്ലാണ്. ഒരു കിഡ്നി ഗ്രില്ല് വരുന്ന ഗ്രില്ലാണ് വന്നിട്ടുള്ളത്. അതൊക്കെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു രണ്ട് ഗ്രില്ലും നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലായിട്ട് നമുക്ക് ആ BMW ബാഡ്ജിങ് കാണാൻ പറ്റും. നല്ല രസമുണ്ടായ ഒരു പ്ലേസിങ് കാണാൻ. അതെല്ലാ BMW വാഹനങ്ങൾക്കും നമ്മൾ കറക്റ്റ് ഈ ഒരു സംഭവങ്ങൾ കറക്റ്റായിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഗ്രില്ല് പറഞ്ഞാലും എന്താണ് BMW ലോഗോ എന്ന് പറഞ്ഞാലും ഇതൊക്കെ എല്ലാ വണ്ടിക്കും ഏകദേശം സെയിം ആയിട്ടാണ് വരിക. പിന്നെ എടുത്ത് കാണിക്കാനുള്ളതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ ഹെഡ് ലാമ്പാണ്. ഹെഡ് ലാമ്പ് ഇതിന് ഡുവൽ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും വെറും എന്താണ് ഹെഡ് ലാമ്പല്ല, അത്യാവശ്യം നല്ല ഫങ്ഷനായിട്ടുള്ള എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സംഭവം എന്താ കണ്ടില്ലേ, ഇത് ഇതിൻ്റെ ഒരു DRLാണ് കാണാൻ പറ്റും. ഇതൊരു DRLാണ്. ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഗ്ലാസ് പീസ് മാത്രമായിട്ടേ കാണാൻ പറ്റും. പക്ഷേ അതൊരു DRLാണ്. അപ്പോൾ അതുപോലെ BMW ഹെഡ്ലൈറ്റിൽ കുറേ ഒരു എന്താ പറയുക യുണീക്ക് സ്റ്റൈല് അവർ കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാ BMW മോഡൽസിനും കാണാൻ പറ്റും. നമുക്ക് ആ ഒരു യുണീക്ക് സ്റ്റൈല് അവർ ആ വാഹനത്തിന് കാണാൻ പറ്റും. അത്രയും ഒരു പ്രീമിയം ടച്ച് ചെയ്ത് ആ ഒരു ഫീൽ ചെയ്യണ്ടല്ലോ. പിന്നെ ഇവിടെ കണ്ടില്ല കുറച്ചുകൂടി പോർഷൻസ് കാണാൻ പറ്റും. ഇതിനുള്ളൊക്കെ ഒരു കംപ്ലീറ്റ് LED ആണ് അതിൻ്റെത്. പിന്നെ ഒരു DRL കൂടി കാണാൻ പറ്റും. ഒരു ഇൻഡിക്കേറ്റർ ഒരു സൈഡിലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് സാധാരണ നോർമൽ സംഭവം വന്നിട്ടുള്ളത്. ഇതൊക്കെ രണ്ട് LED പ്രൊജക്ടർ എല്ലാമാണ് രണ്ടെണ്ണം വന്നിട്ടുള്ളത്. ഇതൊക്കെ ആണെങ്കിൽ നമുക്കൊരു അല്ലെങ്കിൽ നോർമൽ ടൈപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു BMW എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ പറ്റും. ഹെഡ് ലാമ്പിൽ ആ ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ X1 വന്നിട്ടുള്ളൊരു മറ്റൊരു സംഭവമാണ് നമുക്ക് ഫോഗ് ലാമ്പ് വരേണ്ടത്. അപ്പോൾ ആ ഒരു ഫോഗ് ലാമ്പും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് എയർവെൻസ് കാണാൻ പറ്റും. അപ്പോൾ ഓപ്പൺഡായ രീതിയിലുള്ള എയർവെൻസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റൈലല്ല രസം കേട്ടോ. ഒരു കട്ട് രീതിയിലാണ് ഇതിൻ്റെ ഈ എയർവെൻസിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അതിന് മേലായിട്ട് നമുക്ക് ചെറിയൊരു എലമെൻറ്റ് കാണാൻ പറ്റും. രസമുണ്ട്. നമ്മൾ ഈ ഒരു വൈറ്റ് കളറിനോട് രീതിയിൽ പെടുത്തേണ്ട രീതിയിലാണ് നമുക്ക് ഈ ഒരു സിൽവർ അല്ലെങ്കിൽ ഒരു ക്രോമിയത്തിൻ്റെ ഒരു പെയിൻറ്റിങ് പോലത്തെ ഒരു സംഭവം പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷൻ. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ സൈഡിൽ കണ്ട അതേ ഒരു സംഭവം തന്നെയാണ് ഈ സെൻട്രലായിട്ടും വന്നിട്ടുള്ളത്. ആ ഒരു കട്ട് ഷേപ്പിൽ ഞാൻ പറഞ്ഞു, ആ ഒരു അങ്ങനത്തെ ഒരു എലമെൻറ്റിലാണ് നമുക്ക് ഈ ഫ്രണ്ട് ഗ്രില്ല് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ 18 ഇഞ്ച് ടയേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. BMW സ്റ്റോക്ക് അലോയും കാര്യം തന്നെ വന്നിട്ടുള്ളത്. എനിക്ക് നല്ല രസമുണ്ട് ഈ ഒരു അലോയ് കാണാൻ. ഒരു സ്പോർട്ടി ഫീലാണ്. ഇപ്പോൾ പുതിയ നമ്മൾ BMW X3 ഇതിൻ്റെ ഒരു മറ്റൊരു വേർഷനാണ് വന്നിട്ട്. ഏകദേശം ഇതേ ഡിസൈനും കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ മറ്റൊരു ഡിസൈനിലാണ് മറ്റൊരു അട്രാക്റ്റ് ചെയ്യേണ്ട രീതിയിൽ കുറച്ച് മാറ്റം വരുത്തിക്കാണ് നമ്മൾ പുതിയ X3 കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡിസൈനിലുള്ള അലോയ് കാര്യങ്ങളൊക്കെ. ഇത് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഒന്നും കൂടി മാസമാവും. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേക്ക് കണ്ടില്ല, അത്യാവശ്യം വലിയ ഡിസ്പ്ലേക്കാണ് നമ്മൾ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ടയറിൻ്റെ അതിന് ആ ഒരു സൈസിൻ്റെ പാകത്തിന് എന്താണ് സെൻട്രലായിട്ട് നമുക്ക് വലിയൊരു ഡിസ്പ്ലേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു X-Drive 20D എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. ഇതൊരു ഡീസൽ വാഹനമാണ്. അപ്പോൾ അതിൻ്റെ D എന്നുള്ളൂ. പിന്നെ X-Drive എന്നുള്ള ആ ഒരു വേരിയൻറ്റ് ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് മിറർ നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള LED ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒരു സൈഡ് മിററാണ് വന്നിട്ടുള്ളത്. വൈപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ വൈപ്പറൊക്കെ ഒരു ടെക്കഡ് ആവുകയാണ്. ഡ്രൈവറുടെ കാഴ്ച മറക്കാത്ത രീതിയിലാണ് നമ്മുടെ ഫ്രണ്ട് വൈപ്പർ വന്നിട്ടുള്ളത്. കാഴ്ച മറക്കാത്ത രീതിയിൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് പോർഷൻ നോക്കുകയാണെങ്കിൽ വൈപ്പർ നമുക്ക് ഡ്രൈവറിൻ്റെ വിസിബിലിറ്റി യാതൊരു പ്രശ്നം വരുത്താത്ത രീതിയിലാണ് ഫ്രണ്ട് വൈപ്പർ ചെയ്തിട്ടുള്ളത്. വരികയാണെങ്കിൽ ഡോർ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ഡോർ ഹാൻഡിൽ നമുക്ക് കീലെസ് എൻട്രിയുടെ ബട്ടൺസോ കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല. അത് ഇങ്ങനെ വരുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ വണ്ടിയിലൊക്കെ കീലെസ് എൻട്രി വരണ്ടാണല്ലോ. പക്ഷെ നമുക്ക് ബട്ടൺ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്ന ബട്ടൺ ഇല്ലാതായിരിക്കും എന്നാണ് തോന്നുന്നത്. അല്ലാതെ സംഭവം വരില്ലല്ലോ. പിന്നെ റിയലേക്ക് നമുക്കൊരു സ്കേർട്ടിങ് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് വരുന്ന സംഭവമാണ് സ്കേർട്ടിങ്. ഒരു ഡിസൈന് കാര്യം കാണാൻ പറ്റും. സൈഡ് സ്കേർട്ടിങ് പോലത്തെ ഒരു സംഭവം ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി കാണാൻ പറ്റും. പിന്നെ റിയലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് കാണാൻ പറ്റും. അങ്ങനെ ക്വാർട്ടർ ഗ്ലാസ് അത്യാവശ്യം വലിയ ഗ്ലാസ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്യൂൽ ടാങ്കിൻ്റെ ഓപ്പണറും നല്ല വലിയ ഓപ്പണർ വന്നിട്ടുണ്ട്. നമ്മൾ ഇത്ര എന്താ പറയുക ഇതിന് ടൈൽ ലാമ്പ് കാണാൻ പറ്റും. ഹാലസിനും ടൈൽ ലാമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ LED കാര്യങ്ങളൊന്നുമില്ല.
അപ്പോൾ ഇവിടെ ഒരു റിവേഴ്സ് ലാമ്പ്, ബ്രേക്ക് ലാമ്പ്, 2 ബ്രേക്കിന് പറ്റുക, ഒന്ന് പാർക്കും ഒന്ന് സാധാ ബ്രേക്കും, പിന്നെ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സൈഡ് ഫെൻഡറിലേക്ക്, ബാക്കിലെ സൈഡ് ഫെൻഡറിലേക്കും ബൂട്ടിലേക്കും കയറി നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ ടൈൽ ലാമ്പ് വന്നിട്ടുള്ളത്. പിന്നെ റിയറിലെ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. റിയലായിട്ട് റിയറിലെ ഗ്ലാസ്സിൽ നമുക്ക് ഡീഫോഗിങ് ഉണ്ട്, കൂടാതെ നമുക്കൊരു വൈപ്പറും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ നമുക്ക് റിയറിൽ കാണിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റോപ്പ് ലാമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് വൈപ്പറിൻ്റെ വാഷറാണ് കേട്ടോ. ഈ ചെറിയൊരു പോർഷൻ കണ്ടില്ല, അത് വൈപ്പറിൻ്റെ വാഷറാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് എക്സോസ്റ്റ് കാണാൻ പറ്റും. പിന്നെ ഡിഫ്യൂസർ, ചെറിയൊരു ഡിഫ്യൂസറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബോഡി കിറ്റ് ചെയ്ത പോലെയാണ് ഈ ഒരു X1, നമ്മൾ ഈ 2016 മോഡൽ X1 വന്നിട്ടുള്ള ഒരു ബോഡി കിറ്റ് ചെയ്ത പോലെ. സൈഡ് സ്കേർട്ടിങ്, ബാക്കിൽ സ്കേർട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത പോലെ ഫീൽ ചെയ്യും. പക്ഷേ അതൊക്കെ സ്റ്റോക്ക് സംഭവം തന്നെയാണ്. അപ്പോൾ റിയൽ പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് 2 ഡുവൽ എക്സോസ്റ്റാണ് വന്നിട്ടുള്ളത്, 2. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു വാൾക്ക് അറൗണ്ട് റിവ്യൂ മാത്രമാണ്. അപ്പോൾ നമ്മൾ BMW ഒരു വാഹനങ്ങൾ നമ്മുടെ ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്താണ് ഇതിൻ്റെ BMW ഫാൻസിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്നൊരു എന്താണ് വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഇതിലൊരു വാൾക്ക് അറൗണ്ട് റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ എക്സ്റ്റീരിയർ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു, നമുക്ക് ഇന്റീരിയറിലേക്ക് അടക്കാം. ഇന്ത്യയിലേക്ക് അടക്കുകയാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ BMWയുടെ ലക്ഷറിയസ് ആയിട്ടുള്ള ഇന്റീരിയർ നമുക്ക് കാണാൻ പറ്റും. ഒരു ബീജ് കളറാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡോർ പാഡ് നോക്കാം. ഡോർ പാഡ് നമുക്ക് ആ ഒരു ഇന്ത്യയിൽ കൊടുത്താൽ അത് ബീച്ച് കളറിൻ്റെ ഒരു എലമെൻറ്റും കൂടെ ഉണ്ട്. പക്ഷേ ആ ഒരു വുഡൻ ഫിനിഷിങ് കാണാൻ പറ്റും. അതിന് ചുറ്റും നമുക്ക് ഒരു റെഡ് സ്ട്രിപ്പ് കൊടുത്ത് കാണാൻ പറ്റും. നമുക്ക് ഒരു ക്രോമിയം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലൊക്കെ ഉണ്ട്, ഒരു പ്രീമിയം ഡോർ ഹാൻഡിൽസ് ഒക്കെ വന്നിട്ടുള്ളത്. സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഡോറ് ലോക്ക് ചെയ്യാനും ഡോറ് അൺലോക്ക് ചെയ്യാനുള്ള 2 ബട്ടൺസ് കാണാൻ പറ്റും. പിന്നെ പവർ വിൻഡോൻ്റെ കൺട്രോൾ, പിന്നെ നമുക്ക് എന്താണ് സൈഡ് മിററിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ലെതർ കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു പോർഷൻസ് വന്നിട്ടുള്ളത്. കണ്ടില്ല, അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ കാണാൻ പറ്റും. പിന്നെ സൈഡിൽ സ്പീക്കർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വലിയ സ്പീക്കർ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ നമുക്ക് ട്യൂട്ടർ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ചെറിയൊരു സ്പീക്കർ സിസ്റ്റം വന്നിട്ടുള്ളൂ ഇവിടെ. പക്ഷെ എന്നാലും എന്തായാലും നമുക്ക് BMW അല്ലേ, സൗണ്ട് സിസ്റ്റം എന്തായാലും സെറ്റായിരിക്കും. പിന്നെ കയറി വരുമ്പോഴത്തേന് നമുക്ക് ഫുഡ് സ്റ്റെപ്പിൽ നമുക്ക് BMWയുടെ ബാഡ്ജിങ് കാണാൻ പറ്റും. ആ ഒരു ക്രോമിയം ഫിനിഷിങ്ങിലായ BMWയുടെ ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മെമ്മറി ഫംഗ്ഷൻ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. കണ്ടില്ല, സീറ്റ് നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ മെമ്മറി ഫംഗ്ഷനായ എന്താണ് 2 സ്റ്റെപ്പിൽ നമുക്ക്, അല്ല 2 ഇതിൽ നമുക്ക് എന്താണ് സേവ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ സിസ്റ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ എടുത്ത് കാണിക്കാനുള്ളത് ഇതിൻ്റെ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. നല്ല രസമുണ്ട്. പാഡിൽ ഷിഫ്റ്റ് കാര്യങ്ങൾ, ഒരു ചെറിയ സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട്, നമുക്ക് കയ്യിലൊക്കെ ഒതുങ്ങേണ്ട രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ എടുത്തിട്ട് ഇന്ത്യയിൽ അത്ര ഡാഷ്ബോർഡൊക്കെ നമുക്ക് ഒറ്റ കൈ കൊണ്ട് ആക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. വലിയ നല്ല വലുപ്പം കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല ഈ വണ്ടി. എന്താ പറയുക, ഒരു ചെറിയൊരു വണ്ടി എങ്ങനെ അത് ആ ഒരു ഫീൽ ചെയ്ത് നൽകുന്നുള്ളൂ. ഇത് X1 പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു SUV വണ്ടിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത് നമുക്ക് ആ ഒരു ഫീല്, ഒരു ചെറിയ ഹാച്ച് ബാക്കിൻ്റെ ഒക്കെ ഒരു ഫീലേ വരുന്നുള്ളൂ ഈ വണ്ടി. സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ലൈറ്റ്, ഓട്ടോമാറ്റിക് ലൈറ്റിന് അങ്ങനത്തെ കുറച്ച് കൺട്രോൾ കാര്യങ്ങൾ കാണാൻ പറ്റും. AC വെൻസിനായിട്ട് നമുക്കൊരു ക്രോമിയം ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു വുഡൻ ഫിനിഷിങ് നമ്മൾ ഡോർ പാഡിൽ കണ്ട അതേ വുഡൻ ഫിനിഷിങ് ഈ ഒരു സൈഡിലും കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് AC വെൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ മീറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ മീറ്റർ കൺസോൾ കുറച്ച് പൊക്കത്തിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡിലായിട്ട് നമുക്കൊരു ടാക്കോമീറ്ററാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ താഴെയായിട്ട് എന്താണ് ഇതിന് 2 ടാക്കോമീറ്റർ വരുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡോമീറ്റർ കാണാൻ പറ്റും. സ്പീഡോമീറ്ററിൽ 260 ആണ് മാക്സിമം സ്പീഡ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്യൂവലിൻ്റെ ഗേജ് ആണ് വന്നിട്ടുള്ളത്. അതൊക്കെ മാനുവൽ ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ കാണാൻ പറ്റും. ചെറിയൊരു ഡിസ്പ്ലേ മാത്രം വന്നിട്ടുള്ളൂ. പിന്നെ വാർണിങ്സ് കാര്യങ്ങളൊക്കെ അതിലാണ് കാണിക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്ലസ്റ്ററിൽ കാണിക്കാനുള്ളത്. സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ മോഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, എന്താണ് വോളിയം ബട്ടൺ, പിന്നെ കോള് കട്ട് ചെയ്യാനുള്ളത്, പിന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ വന്നിട്ടുള്ളത്. പിന്നെ പാഡൽ ഷിഫ്റ്റ് കാണാൻ പറ്റും. എന്താണ് അങ്ങനെ പാഡൽ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ BMWയുടെ ബാഡ്ജിങ്ങോട് കൂടിയിട്ടുള്ള സെൻറ്റർ പോർഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എയർ ബാഗിൻ്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു അടിയിൽ നോക്കുകയാണെങ്കിൽ ഒരു മറ്റേ എന്താ പറയുക ക്രോമിയം ഫിനിഷിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് കൺട്രോൾ കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ വൈപ്പറിൻ്റെ കൺട്രോളും പിന്നെ ഓട്ടോ വൈപ്പർ അതിൻ്റെ കാര്യങ്ങൾ ഓണാക്കാനും ഓഫാക്കാനുള്ള കുറച്ച് കൺട്രോൾസ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിൽ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. സെൻറ്ററിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ കാണാൻ പറ്റും. ചെറിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്
ഈ ഒരു പൊസിഷൻ വന്നിട്ടുള്ളത്. അത് നമ്മളെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ പൊക്കത്തിലായിട്ടാണ് ഈ ഒരു സംഭവം ഇരിക്കേണ്ടത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ എന്താണ് ഈ ലൈറ്റൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി നമ്മൾ ജസ്റ്റ് ലോക്കും തുറന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തിരിക്കുന്നുണ്ട്. പിന്നെ സെൻട്രൽ ലോക്ക് നമുക്ക് 2 AC വെൻസ് വരേണ്ടത്. ആ ഒരു വുഡൻ ഫിനിഷിങ് കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഒരു ചുറ്റും കാണാൻ പറ്റും. ഈ സൈഡിൽ കാര്യങ്ങളൊക്കെ ആ ഒരു വുഡൻ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാൻ പറ്റും, ഇവിടെ അതും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ആ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോളും കാര്യങ്ങളാണ് ഈ ഒരു സെൻറ്റർ കൺസോൾ വന്നിട്ടുള്ളത്. അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് നമ്മൾ ഈ സെൻറ്റർ കൺസോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ AC കണ്ടില്ല, അതിന് ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരേണ്ട AC സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. അടിയിലായിട്ട് നോക്കണം, ഇവിടെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസിൽ നമുക്ക് 2 കപ്പ് ഹോൾഡർ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇവരുടെ ഒരു ഇതിൻ്റെ ബോക്സ് കാര്യങ്ങളൊക്കെ ആസ്ട്ര മാറ്റുന്ന സംഭവമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 ഇതിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഗിയർ നോക്കുകയാണെങ്കിൽ നല്ല രസം BMW ഗിയറും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ. അപ്പോൾ ഇതിൽ പാർക്ക് റിവേഴ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു സാധാ ഓട്ടോമാറ്റിക് കാര്യം കാണാൻ പറ്റും. പിന്നെ ഇവിടെ ബാക്കിലൊരു ബട്ടൺ വരുന്നുണ്ട്, അത് പ്രസ് ചെയ്ത് വേണം മാറ്റാനും. പിന്നെ അതിൽ ട്രാക്ഷൻ്റെ ഒരു കൺട്രോൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 മോഡ് വേരിയൻ്റ് വരേണ്ടത്, സ്പോർട്സ്, എക്കോ, പ്രോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 മോഡാണ് വരേണ്ടത്. അപ്പോൾ ആ 2 മോഡ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ഹിൽ ആ മറ്റൊരു സംഭവം ഒരു കൺട്രോൾ കാണും. 2 ഡമ്മി സ്വിച്ചാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് ഹാൻഡ് ബ്രേക്കറിന് ഇലക്ട്രിക്കൽ ഹാൻഡ് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോളാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓഡിയോ മെനു ഇറങ്ങാണ്ട് ടെലിഫോണിൻ്റെ ആ ഒരു പിന്നെ അതിൻ്റെ ഒരു ടോഗിൾ ബട്ടണാണ് വന്നിട്ടുള്ളത്. ബാക്ക് അതിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സെൻറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ ഒരു മറ്റേ ലെതർ ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊരു ബീച്ച് കളറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്പീക്കർ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ചുകൂടി എയർ വെൻസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കാനുള്ളത് ഡാഷ്ബോർഡിൽ. ഇനി നമുക്ക് ഗ്ലൗ ബോക്സ് വെക്കുകയാണെങ്കിൽ ഗ്ലൗ ബോക്സ് നമുക്ക് ആ ഒരു ലെതർ ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിലും വലിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അങ്ങനെ 2 സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിൽ വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെതർ ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. പിന്നെ സൈഡിലേക്ക് വരാൻ നമുക്ക് ഇവിടെ ഹാൻഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ക്ലോസറായി കിടക്കേണ്ട ഹാൻഡിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ മൈക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കോളൊക്കെ ചെയ്യുമ്പോൾ മൈക്ക് സൗണ്ട് ക്യാപ്ചർ ചെയ്യേണ്ട, അപ്പോൾ അതിനുള്ളൊരു സിസ്റ്റം കാണാൻ പറ്റും. പിന്നെ സൺവൈസർ കാണാൻ പറ്റും. സൺവൈസർ നമുക്ക് ഇതുകൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓപ്പൺ ആവേണ്ട രീതിയിൽ വന്നിട്ടുള്ളത്. സാധാരണ നമുക്ക് ഇവിടെ കാണാറ് ഇങ്ങനെയും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അപ്പോൾ ലൈറ്റ് ഇവിടെയാണ് വരുന്നത് സംഭവം. അപ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോഴും തുറക്കുമ്പോഴും ലൈറ്റ് കത്തും ഓഫ് ആവും ചെയ്യും. പിന്നെ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിറർ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു പാനോരമിക് സൺറൂഫാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പണും കൺട്രോൾ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ലൈറ്റിൻ്റെ 2 ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. സൈഡിൽ നമുക്ക് എന്താണ് അതേപോലെ തന്നെ വാനിറ്റി മിറർ കാണാൻ പറ്റും, ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഫ്രണ്ട് ഡ്രൈവർ സൈഡിൽ നിന്ന് കാണിക്കാനുള്ളത്. നമുക്ക് റിയർ സൈഡിലേക്ക് കയറിയിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാണാം. അപ്പോൾ നമ്മൾ റിയറിലേക്ക് കയറി വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു വുഡൻ ഫിനിഷിങ് ഫ്രണ്ട് കണ്ടോ, അതായത് വുഡൻ ഫിനിഷിംഗ് ഒക്കെ ഈ 4 ഡോറിലും വരുന്നുണ്ട് കേട്ടോ. 4 ഡോറിലും ഡാഷ്ബോർഡിലും നമുക്ക് ആ ഒരു വുഡൻ ഫിനിഷിംഗ് കാണാൻ പറ്റും. പിന്നെ ആ ഒരു റെഡ് സ്റ്റിച്ചിന് ആ ഒരു എലമെൻറ്റ് ഞാൻ കാണിച്ചു തന്നു. ആ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് കണ്ടോ അതേ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ പവർ വിൻഡോയുടെ കൺട്രോൾ മാത്രമാണ് നമുക്ക് ഡോറിൽ വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ ഞാൻ ഈ ഒരു ഫുഡ് സ്റ്റെപ്പിൽ നമുക്ക് BMW ഒരു ക്രോമിയം ഫിനിഷിങ്ങിലുള്ള ഒരു ഡിസൈനിങ് ലൈറ്റ് കത്തേണ്ട ലൈറ്റ് അല്ല ഒരു ഡിസൈനിങ് സംഭവമാണ് കാണിച്ചതെങ്കിലും റിയറിലേക്ക് വരുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കാണ് വരുന്നത്. അപ്പോൾ ഒരു മാറ്റം ഇവിടെ കാണാൻ പറ്റും. റിയറിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു സീറ്റിൻ്റെ ബാക്ക് പോർഷൻ കണ്ടില്ല, ഒരു പ്ലാസ്റ്റിക് പോർഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് കയറി നിന്നിട്ട് പറയാം. അപ്പോൾ കയറി ഇരിക്കുകയാണെങ്കിൽ സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിൽ 2 AC വെൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു 12 വാട്ടിൻ്റെ അല്ല മറ്റേ സാധാ സോക്കറ്റ് കാണാൻ പറ്റും. പക്ഷേ ഈ സീറ്റ് ഇപ്പോൾ നമ്മളെ ഈ ഒരു സീറ്റ് നമുക്ക് 2 സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നു, ഈ അടിയിലൊരു ലിവർ വരുന്നുണ്ട്. ലിവർ വലിച്ചാൽ നമുക്ക് സീറ്റ് ഇതാ ഈ റിയറിലെ സീറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് റിയറിലെ സീറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇൻറ്റീരിയർ കാണിക്കാനുള്ളത്. അപ്പോൾ ഇത്ര കൂടുതൽ ഇൻറ്റീരിയർ കാണിക്കാനുള്ളത്. നല്ല വേർത്തിട്ട് നല്ല ചൂടാണ്. അപ്പോൾ ഇത്ര കൂടുതൽ നമ്മളെ ഇൻറ്റീരിയർ വിശേഷം. നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നല്ല സ്പേസ് വരുന്നുണ്ട് ബൂട്ട്. പിന്നെ ബൂട്ടിൽ നമുക്ക് ലൈറ്റ് വന്നിട്ടുണ്ട്, ഹുക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സീറ്റ് മടക്കണമെങ്കിൽ കേട്ടോ, സീറ്റ് മടക്കണമെങ്കിൽ നമുക്ക് ഈ 2 ബട്ടൺസ് ഉപയോഗിച്ചാൽ മതി. ഇപ്പം ഞാൻ അവിടെ പോയി മാനുവലി പൊക്കണത് അല്ല, തിരിച്ചു വരില്ല അത്. നമ്മൾ സ്വിച്ച് ഇട്ടാലും തിരിച്ചാക്കൽ നമ്മൾ തന്നെ ആക്കണം. ചെറിയ പാർസൽ ട്രേ വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റെപ്പിന് ഇതിനടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പിന് സ്പേസ് സേവറാണ്, കാണാൻ പറ്റും. സ്പേസ് സേവർ ടയറാണ്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ബൂട്ടിൽ കാണിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബോണറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ 2 ഹൈഡ്രോളിക് കാണാൻ പറ്റും. പിന്നെ വെൽ പാക്കഡ് ആയിട്ടുള്ള എൻജിൻ റൂം വന്നിട്ടുള്ളത്. നമുക്ക് നീറ്റ് ആൻഡ് ക്ലീന്, പിന്നെ ഒരു സ്പേസ് പോലും ഉള്ളിലായിട്ട് കാണാൻ പറ്റില്ല, അത്ര നീറ്റിലാണ് വെൽ പാക്കഡ് ആയിട്ട് നമുക്ക് ഈ എൻജിൻ റൂം വന്നിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് നമ്മൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ സിസ്റ്റം വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് മൊത്തമായിട്ടൊരു ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോളാണ് വരുന്നത്. അത്രയും വലിയൊരു ഹെഡ്ലൈറ്റാണ് നമുക്ക് ഈ ഒരു വാങ്ങിച്ച് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെഡ്ലൈറ്റാണ് വേണ്ടത്. അതിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ അടുത്ത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ BMW പിന്നെ ടിൻ ടർബോ എന്നുള്ള ബാഡ്ജിങ്, ടിൻ പവർ ടർബോ എന്നുള്ള ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ അടക്കുമ്പോൾ BMWൻ്റെ അതേ സെയിം ലോഗോ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷൻ കണ്ടില്ല, ഇത് നമുക്ക് ഈ ഒരു എന്തെങ്കിലുമൊക്കെ ഇതിനുള്ളിലായിട്ട് കച്ചറൊക്കെ വന്നാൽ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഒരു ട്രേ പോലെയാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷൻ ഇതൊരു സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഉള്ളിലായിട്ട് നോക്കിയാൽ നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ നോയ്സിനും പിന്നെ ഹീറ്റ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ എൻജിൻ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 1995 cc ഇൻലൈൻ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ മാക്സിമം പവർ നോക്കുകയാണെങ്കിൽ 190 PS പവറാണ് ഈ വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ മാക്സിമം ടോർക്ക് നോക്കുകയാണെങ്കിൽ 400 Nm ടോർക്കാണ് ഈ വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ BMW X1 റിവ്യൂ എല്ലാവരും കണ്ടത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ BMW ഫാൻസിന് വേണ്ടി നമ്മൾ പെട്ടെന്നൊരു വാൾക്കറൗണ്ട് റിവ്യൂ ആയിട്ട് വന്നതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് കിട്ടലും BMW വരണം. എന്താണ് ഒരു BMW കൂടി വരാണ്ട്, 1 അല്ല 2 അല്ല 3 അല്ല, കുറച്ചും കൂടി വണ്ടികൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അത് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത സ്ഥലം കിടലം വണ്ടിയിട്ടും കിടലം വീടിട്ടും വരാം. അതുവരേക്കും ബൈ.